ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ടാരോ എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇന്ന് നിങ്ങൾ അറിയേണ്ടത്, എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കലക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും. ആരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വാലിഡായിട്ട് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബി പോസിറ്റീവ്. എന്താണ് എന്ന് അറിയാനുള്ളത് നോക്കാം. ഇത് ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടാരോ എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. കാർഡുകൾ എന്താണെന്ന് നോക്കാം. കാർഡുകൾ നോക്കാം. 5 of Pentacles, Magician, Queen of Swords, Ace of Cups, 5 of Wands, Sun card, 2 of Wands, King of Cups. ബോട്ടം മൂൺ ആണ്. ഓക്കെ, കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 5 of Pentacles, Magician, Queen of Swords, Ace of Cups, 5 of Wands, Sun കാർഡ്, 2 of Wands, King of Cups, മൂൺ കാർഡാണ് ഇവിടെ ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 of Pentacles എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം വളരെയധികം വിഷമിച്ചിരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മണി ലോസ് ഇതൊക്കെ വന്നിട്ട് നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഒരു ധനവും അതിന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കീയും ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് അബണ്ടൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ആ കീ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങൾ തലകുമ്പിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ കീ അവിടെ തന്നെയുണ്ട്. പക്ഷേ അതിനെ നിങ്ങൾ നോക്കുകയോ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുകയോ അതിനെ എടുക്കുകയോ തുറക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിൽ വിഷമിക്കുന്ന കുറേ ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മണി ലോസ് ഉണ്ടായിട്ടുണ്ടാവാം, അതുപോലെ തന്നെ കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ കാലുവേദന, കൈവേദന, കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു അതിനെ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു എനർജി കൂടെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അവെയർ ആയിരിക്കുക. അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് 5 of Pentaclesൻ്റെ. ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ എനർജി കാണുന്നുണ്ട്. നമ്മൾ മണി മാനിഫെസ്റ്റേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുമ്പോഴും പ്ലാൻഡ് ആയിട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ് വഴിയൊക്കെ വന്നിട്ടുള്ള പ്രശ്നമായിരിക്കാം. ചിലർക്ക് എന്താണ്
ഓൺലൈനായിട്ട് പല കാര്യങ്ങളും ചെയ്തതിൻ്റെ അങ്ങനെ വന്നിട്ടുള്ള പ്രശ്നങ്ങളുമായിരിക്കാം. അല്ലെങ്കിൽ പണം കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നല്ല രീതിയിൽ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിനെ വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ചിലപ്പോൾ ഓൺലൈൻ ഗെയിംസിലൊക്കെ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലവ് കൂടുതലായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂല്യമുള്ളതായിട്ടുള്ള വസ്തുക്കൾ കാണാതെ പോകാൻ, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടും ഇവിടെ ഒരു എനർജിയിൽ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം കൊണ്ടും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും വരുന്ന സിറ്റുവേഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും പ്രാർത്ഥിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഫിനാൻഷ്യലി എങ്ങനെയാണ് മാനേജ്മെൻറ്റ് നടത്തുന്നതെന്ന് കൂടി ഒന്ന് നോക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അടുത്തത് മജീഷ്യൻ്റെ കാർഡാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാനുള്ള ടൈം ആണ് എന്നാണ് ഇവിടെ മജീഷ്യൻ്റെ കാർഡ് ഇവിടെ എനർജി ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള അത്രയും കഴിവുള്ള വ്യക്തികളാണ്. എന്താണോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഇവിടെ മജീഷ്യൻ്റെ കാർഡ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വർദ്ധിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ഇൻഡ്യൂഷൻസ് തോന്നുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മണി മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശമ്പള വർധനവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, തൊഴിൽ മാറ്റം, പിന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലും പല വഴിയിലൂടെയും സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പണം മാനേജ് ചെയ്യാനും അതിനെ നിങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള രീതിയിലും നിങ്ങൾ അതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നല്ല ബന്ധങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും, എന്തെങ്കിലും അസുഖം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുഖം പ്രാപിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഒരു മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതും വരുന്നുണ്ട്. അതുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക. സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ ചെയ്യുന്ന ആളും കൂടെയാണ്. അതുകൊണ്ട് മാനിപ്പുലേഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂടി ഇവിടെ പറയാനുണ്ട്. ഓക്കെ, ഇതാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത്. അടുത്ത ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഇവിടെ നിങ്ങൾ വളരെയധികം ക്ലാരിറ്റിയോടുകൂടി തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നിങ്ങൾ അവരോട് എല്ലാ കാര്യം ഒരു കട്ട് ആൻഡ് ത്രോ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു, കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നു എന്നുള്ളൊരു എനർജി കൂടി ഇവിടെ ഉണ്ട്. അതായത് നിങ്ങൾ പറയേണ്ട കാര്യം വെട്ടി തുറന്നു പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതേസമയം അവരെ സ്നേഹിക്കുന്നു ഉണ്ടാവാം, അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ആൾക്കാരെ നോക്കിയല്ല, നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ള തീരുമാനിച്ചുകൊണ്ട് അവരിലേക്ക് അത് നടത്തുന്നു എന്നുള്ളതും കൂടിയാണ് ഒരു എനർജി ഇവിടെ കാണുന്നത്. വളരെയധികം ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അത് ലേഡി ഫിഗർ അല്ല, രണ്ട് ഫിഗറിലും, ലേഡീസ് ആയാലും ജെൻസ് ആയാലും രണ്ടിലും ഇവിടെ ജെൻഡർലെസ് ആണ് കാർഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ടും വളരെയധികം വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾ പല കാര്യത്തിലും ചിലപ്പോൾ ഒരു
കൂടുതലായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു എനർജി നിങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു രീതി ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാനും സംസാരിക്കാനും അവർക്കൊരു ഉള്ളിൽ നിങ്ങളോടൊരു ഈർഷ്യ തോന്നാനുള്ള ഒരു ചാൻസ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുള്ളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അതാണ് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അടുത്തത്. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ഇമോഷൻസൊക്കെ നിങ്ങളിൽ നിന്ന് കളയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സ്വയം ഇഷ്ടപ്പെടുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം നിങ്ങൾ കെയർ ചെയ്യുന്നതായിട്ടും നിങ്ങൾ തന്നെ പാമ്പർ ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇൻഡ്യൂഷൻസ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾ അവേക്കനിങ്ങിലേക്ക് വരുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ഇൻഡ്യൂഷൻസ് നിങ്ങളിൽ വർക്ക് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ വരുന്നു എന്നുള്ളതും നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും എല്ലാവരെയും സ്നേഹത്തോടെ കാണുന്നതായിട്ടും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് കാണുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ലവ്, ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം. അത് ചിലപ്പോൾ ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോഴ്സായിരിക്കാം. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കുറേ കാലമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള, ഇഷ്ടത്തോടെ പിന്നീട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെ നിങ്ങൾ കാണുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ടും കമ്പാഷനേറ്റ് ആയിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ വികാരം നിങ്ങളിൽ തന്നെ ഉണ്ടാവുകയാണ്. ഒന്ന് ചെറുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും നിങ്ങളിൽ ഒരു പുതിയ വികാരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, അതായത് സ്വയം ഒന്ന് നോക്കിയിട്ട് സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്നതായിട്ടൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഒരുങ്ങാനൊക്കെ നിങ്ങളിലേക്ക് മനസ്സിലൊരു ഫീലിങ്സ് അങ്ങനെ വരുന്നതായിട്ടും നിങ്ങളെ തന്നെ സ്നേഹത്തോടെ നോക്കുന്നതായിട്ടാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അടുത്തത് 5 ഓഫ് വാൺസ് ആണ്. ഇവിടെ 5 ഓഫ് വാൺസും പറയുന്നത് നിങ്ങൾ വളരെയധികം ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് മൂലം നിങ്ങൾ വളരെയധികം ഒരു സമ്മർദ്ദത്തിലായിരിക്കുന്ന നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വെല്ലുവിളികൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു പാര പണിയുന്നതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതോ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. നിങ്ങൾ ഉള്ളിൽ സ്വയം മെനഞ്ഞെടുക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള വ്യക്തികൾ മറ്റുള്ളവർ അങ്ങനെ പറയുമോ ഇങ്ങനെ പറയുമോ എന്നുള്ള ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ളവരും നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു സക്സസ് വന്നിട്ട് പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില അംഗീകരിക്കപ്പെടാനുള്ള പ്രശ്നങ്ങൾ, അതായത് നിങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായിട്ടും മാനസികമായിട്ടും നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. ജോലിസ്ഥലത്തൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാനും വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളതിനെ
ചെറുത്ത് നിൽക്കേണ്ടി വരുന്നതായിട്ടുള്ള എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും ഒരു മെൻ്റൽ കുറച്ച് പ്രശ്നം വരുന്നതാണ്. ഇത് രണ്ട് ഫൈവും അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പൊതുവെ ടാരോയിൽ അൺലക്കി 5 എന്നൊരു ഇതുണ്ട്. അപ്പോൾ 5 വരുമ്പോൾ പൊതുവെ അങ്ങനെയാണ് എന്നാണ് എനർജീസ് പറയുന്നത്. അപ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളിലായിരിക്കും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, നിങ്ങൾ ജയിക്കാനാണ് മുന്നോട്ടേക്ക് വന്നത്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ എല്ലാ സ്ഥലത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിന് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. കാരണം അടുത്ത സ്റ്റേജ് നിങ്ങൾക്കൊരു അംഗീകാരമാണ്. ഇതിനെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അംഗീകാരമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അടുത്തത് സൺ ഗാർഡാണ്. അപ്പോൾ സൺ ഗാർഡ് നോക്കുന്നത് ഇവിടെ മജീഷ്യനിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന നിങ്ങളിലേക്ക് പുതിയൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നതും ഒരു പുത്തൻ ഉണർവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും വളരെയധികം ഹാപ്പി ആയിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളെയും കാണുന്നതായിട്ടും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ സ്പിരിച്വലി നല്ല രീതിയിൽ നല്ലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു പുതുമ ഫീൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാത്തിലും ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ള സ്ട്രഗിൾസിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാം ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നല്ലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഹീൽഡ് ആവുന്നതായിട്ടാണ് ഇവിടെ സൺ ഗാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സണ്ണിൻ്റെ എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ ഹീലാവുന്നതായിട്ടാണ് ഇവിടെ സൺ ഗാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രോസ്പെരിറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാപ്പിനെസ്, പ്ലഷർ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ ഒരു എൻജോയ്മെൻറ്റ്, സെലിബ്രേഷൻ, സക്സസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഒരു റീബർത്താണ്. അതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ള ആ ഒരു സ്ട്രഗിൾസിൽ നിന്നും അത് മാറി ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്തുകൊണ്ട് ഒരു റീബർത്താണ് നിങ്ങൾക്ക് കാണുന്നത്. എല്ലാം വളരെ കൂളായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാം വളരെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നൊരു എനർജിയാണ് ഇവിടെ സൺ ഗാർഡിൻ്റെ എനർജി കാണുന്നത്. അടുത്തത് 2 ഓഫ് വാൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പാഷൻ കണ്ടെത്തി അതിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നൊരു എനർജിയാണ്. അതിൻ്റെ റിസോഴ്സസ് നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നു. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ടും ഒരു ട്രാവലിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വിട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ട്രാവലിൻ്റെ കാർഡ്, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള ആ ഒരു റിസോഴ്സസ് നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും അതിലേക്ക് പോകുന്നതായിട്ടുമാണ്, അതിലേക്ക് നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ട്രാവലാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ എയർ ട്രാവലായിരിക്കാം, അല്ലെങ്കിൽ ബസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ഇങ്ങോട്ടേക്ക് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതോ ആയിട്ടുള്ളൊരു എനർജി. ട്രാവൽ നിങ്ങൾക്ക് ഈ നാട്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് എവിടെയാണോ ഉള്ളത് അവിടുന്ന് വിദേശത്തേക്കോ പോകുന്ന തരത്തിലുള്ള എനർജി ആയിരിക്കാം. ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തായിരിക്കാം, അങ്ങനെയും ആയിരിക്കാം. ഓക്കെ, അതിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ടും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചിലർ പുതിയതായിട്ട് അവരുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും അവരുടെ പാഷനിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും അവർക്കൊരു പ്രോഗ്രസ് വരുന്നതായിട്ടും കൂടെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു പ്രോഗ്രസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 2 ഓഫ് വാൻസ്. അടുത്തത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയുടെ പറയുന്നത് ഇമോഷണലി നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും. ഈ ഒരു വ്യക്തി വളരെയധികം ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വളരെയധികം ഒരു പവറുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇമോഷണലി.
അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്കിന്ന് പെരുമാറാൻ വേണ്ടി പറ്റും മറ്റുള്ളവരോട്. നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നയിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ബാലൻസ് കണ്ടെത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങൾക്ക് ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി എംപത്തറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി കാണുന്നത്. അപ്പോൾ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. മൂൺ ഗാർഡാണ് ബോട്ടമായിട്ട് വന്നത്. അതായത് നിങ്ങളിലേക്ക് ഒരു ഇൻഡ്യൂഷൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇൻഡ്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഹീൽഡ് ആവുന്നതായിട്ടും അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്ക് ഇതുവരെ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് അത് റിവീൽഡ് ആവുന്നതായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഉള്ളിലേക്ക് വരുന്നതായിട്ടുമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വീൽ ഓഫ് ഫോർച്യൂണാണ് ഇതിൻ്റെ താഴെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഇത്രയും നാളും ഉണ്ടായിരുന്നുള്ള ആ ഒരു ഫിയർ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളിലേക്ക് മനസ്സിലായിട്ട് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് അതുമായിട്ട് കണക്റ്റഡ് ആവുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മൂണാണ്, അതുപോലെ തന്നെ അടുത്തത് സണ്ണാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂൺ എനർജി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളിലേക്ക് ഈ സൺ എനർജി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് റിക്കവറിയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ഇല്യൂഷനൊക്കെ തോന്നാം നിങ്ങൾക്ക് പലപ്പോഴും. ചിലപ്പോൾ ഒരു ഡേ ഡ്രീംസൊക്കെ കാണുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ഡ്രീമി ആയിട്ടുള്ള വേൾഡിൽ പലതും നിങ്ങൾക്ക് ഡ്രീംസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ പല ഇൻഡ്യൂഷൻസും അല്ലെങ്കിൽ ആനിമൽസിലൂടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കിട്ടുന്നതായിട്ടുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് പലതും അതാണോ അങ്ങനെയാണോ ഇതാണോ എന്നുള്ള തോന്നുന്ന തരത്തിലുള്ള ഒരു തോന്നൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തത വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ്. അതുപോലെ തന്നെ ഒരു മിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തോന്നുന്നുണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇല്യൂഷനാണോ മിസ്റ്ററി ആണോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു വ്യക്തത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളത് യൂണിവേഴ്സലി നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു നിങ്ങളിലേക്ക് വന്നിട്ടുള്ളൊരു എനർജിയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സ്പിരിച്വലി കൂടുതലായിട്ട് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളൊരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പം സ്ട്രഗിൾസും മാനസികമായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾസൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് സാമ്പത്തിക നഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ട്രാവലുണ്ട്, പുതിയ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള പ്ലാനിങ് നടക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുതിയ തുടക്കങ്ങളൊക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി, കാരണം സണ്ണും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തികളെയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഷാർപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് മുന്നോട്ടേക്ക് നടത്താനും കഴിവുള്ള വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു എനർജി, ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ശബ്ദത്തിൽ പറയാൻ പറ്റുന്നില്ല, തൊണ്ടവേദനയാണ്. പിന്നെ അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതിനൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക, കോൺഫ്ലിക്റ്റിനൊക്കെ ഒഴിവായി നിൽക്കുക. അതുപോലെ തന്നെ കൂടുതലും ഡിവൈനായിട്ട് കണക്റ്റഡായി നിൽക്കുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവായിരിക്കുക എന്നതാണ് പറയാനുള്ളത്. ഓക്കെ, ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്.
വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. യെസ്, നിങ്ങളൊരു ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യെസ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു പുതിയ തുടക്കം, ഇതൊക്കെയാണെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു യെസ് എന്ന ആൻസറാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് വലിയൊരു ഹാപ്പി ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഹാപ്പി, ഇപ്പം സണ്ണിൻ്റെ എനർജിയൊക്കെ ഉണ്ട്, അത് ഒരു ഹാപ്പി ചേഞ്ചസിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ഏഞ്ചൽസ് ഗൈഡൻസ്. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. റിലേഷൻഷിപ്പുള്ള വ്യക്തികൾക്കുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, എങ്കിലാണ് നിങ്ങളുടെ എനർജിയും കൂടി ഇതിലേക്ക് വരുന്നത്. ഓക്കെ, എന്താണ് റൊമാൻസ് ഏഞ്ചൽസിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. worth waiting for. ഓക്കെ, ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഡിവൈനാണ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആ ഒരു ടൈമിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ടൈമിനെ വർത്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് മൂല്യം കൊടുക്കുക. ഡിവൈൻ ടൈമിംഗ് ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദൈവം അല്ലെങ്കിൽ ഏഞ്ചൽസ്, യൂണിവേഴ്സ് അതിന് ഗൈഡൻസ് ആണ് തരുന്നത്. ആ ഒരു നിങ്ങളുടെ ലവ് ലൈഫിൽ ഡിവൈൻ ടൈമിംഗ് ആണ് നടക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. അലോ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷന് എന്താണ്, നാച്ചുറലായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി അനുവദിക്കുക, കൺട്രോൾ ചെയ്യാതിരിക്കുക ആരെയും. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദി ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സ്നേഹിക്കാൻ തന്നെയാണ് പറയുന്നത്. സ്നേഹിക്കാൻ ഇപ്പോൾ വളരെയധികം സേഫ് തന്നെയാണെന്നാണ് പറയുന്നത്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ്. നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു ഹയർ എനർജിയിൽ നിങ്ങൾക്ക് ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സ്നേഹത്തിനെ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ചെയ്ത് വെക്കുക, അടച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓപ്പൺ ചെയ്ത് ഹാർട്ട് ഓപ്പൺ ആക്കുക, ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കുക, അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. വളരെ നല്ലൊരു ദിവസം നിങ്ങൾക്കായിട്ട് ആശംസിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. അതുപോലെ തന്നെ എല്ലാ വ്യൂവേഴ്സിനും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. പിന്നെ നിങ്ങളുടെ കമൻസിൽ, വിലയേറിയ കമൻസിന് നന്ദി പറയുന്നു. യൂണിവേഴ്സിന് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. Okay, thank you for watching.